അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഈ ഇറച്ചിയിലുണ്ടല്ലോ, നമുക്കൊരു ചിക്കൻ ചുക്ക വയ്ക്കാം. അതിൽ ഞാൻ വീട്ടിൽ പൊടിച്ച 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളകും മഞ്ഞൾപ്പൊടി ശകലമേ ചേർക്കാവൂ. ചേർത്ത് 1/2 ടീസ്പൂൺ തൈരും ഒഴിച്ച് നല്ല പാകത്തിന് ഉപ്പും ഇട്ട് നല്ലതുപോലെ ഞവടി മിക്സ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിട്ട് 4 സവാള എടുത്ത്, ആ സവാളയിൽ 1 വലുതും 3 മീഡിയം സൈസുമാണ്. അത് അരിഞ്ഞിട്ട് പപ്പാതി എടുത്ത് നൈസായിട്ട് അരിയണം സവാള. അത് നമ്മൾ ഗോൾഡൻ കളറിൽ പകുതി സവാള അവിടെ ഇരിക്കട്ട്, പകുതി സവാള ഗോൾഡൻ കളറിൽ നമുക്ക് വറുത്ത് കോരണം. അതിൽ സവാള ഉപ്പ് വേണം എണ്ണയിലിടാൻ, പെട്ടെന്ന് മൂത്ത് കിട്ടും. അതിൽ കറിവേപ്പില കൂടെ ഇട്ട് നല്ലതുപോലെ പൊരിച്ച് കോരണം. പൊരിച്ച് കോരി മാറ്റി വെച്ചിട്ട് അത്രയും സവാള പൊരിച്ച എണ്ണ നമുക്ക് ചിക്കൻ വേവിക്കാൻ വേണ്ട. അതിൽ നിന്ന് കുറച്ച് എണ്ണ അങ്ങ് 2-3 ടീസ്പൂൺ എണ്ണ അങ്ങ് മാറ്റണം. മാറ്റിയിട്ട് അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു 10 വലിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരു 10 അല്ലി വെളുത്തുള്ളിയും 1.5 ഇഞ്ച് നീളമുള്ള വലിപ്പത്തിനുള്ള ഇഞ്ചിയും എടുത്ത് നല്ലതുപോലെ പേസ്റ്റാക്കി എണ്ണയിലിട്ട് ഇഞ്ചി മൂക്കുമ്പം നമ്മൾ പകുതി മാറ്റി വെച്ച സവാള ഉണ്ടല്ലേ, ആ സവാള ഇട്ട് നല്ലതുപോലെ വഴറ്റണം. അതിൻ്റെ ആ പച്ചമണം എല്ലാം മാറുന്നത് വരെ വഴറ്റണം. വഴറ്റി അതിൽ ഉപ്പും ഇടണം, പാകത്തിന് ഉപ്പും ഇട്ട് വഴറ്റിയിട്ട് തക്കാളി ഇടണം. തക്കാളി 2 മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തക്കാളി വഴറ്റിയിട്ട് പച്ചമുളക് വീട്ടിൽ പിടിച്ച പച്ചമുളക് നല്ല എരിവുള്ളതാണ്. അത് 15 മുളക് ഞാൻ എടുത്ത്, ആ മുളകിനെ ഒന്ന് ചതച്ചിട്ട് കൊടുക്കണം. ചതച്ചിട്ട് കൊടുത്തിട്ട് ഗരം മസാല മുഴുവനെയുള്ളത് ഇട്ട് കൊടുക്കണം. മുഴുവനെയുള്ള 3 ഗ്രാമ്പ്, ഒരു ശകലം 1 ഇഞ്ച് നീളത്തിനുള്ള പട്ട, പിന്നെ ശകലം പെരുംജീരകവും കൂടെ ചതച്ചെടുത്ത് അതും ആ ഉള്ളിയിലങ്ങ് ഇട്ട് കൊടുക്കണം. അത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം അതിൻ്റെ പച്ചപ്പെല്ലാം മാറിയതിന് ശേഷം ഇറച്ചി ഇട്ട് കൊടുക്കണം. ഇറച്ചി ഇട്ട് കൊടുത്ത് ഇറച്ചിയും ഈ കറിവേപ്പിലയും ഇട്ടിട്ട് ഇറച്ചി നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നു, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് നല്ലതുപോലെ ഇളക്കി. കുരുമുളകൊക്കെ നേരത്തെ ചേർത്ത് വെച്ചതാണ്. നല്ലതുപോലെ ഇളക്കണം. ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം നമ്മൾ ഇളക്കി നല്ലതുപോലെ യോജിക്കണം. ഈ മസാലയും ആ തക്കാളിയൊക്കെ അതിലങ്ങ് കുഴഞ്ഞ് വരണം. കുഴഞ്ഞ് ഇറച്ചി പിടിക്കുന്ന പരുവമാവണം. എന്നിട്ട് വേണം മസാല ഇടാൻ. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് നമ്മൾ നേരത്തെ വറുത്ത് കോരിയ സവാള ഉണ്ടല്ലേ, ആ സവാളയിൽ നിന്ന് പകുതി മാറ്റി വെച്ചിട്ട് കറിവേപ്പില മൊത്തവും ഇപ്പോഴിടുന്ന സവാളയിൽ കൂടെ എടുത്ത് കറിവേപ്പിലയും സവാളയും കൂടെ നല്ലതുപോലെ കൈവച്ച് അങ്ങ് പൊടിച്ചിട്ട് അതിട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് ഞാൻ 3 കപ്പ് വെള്ളമാണ് എടുത്തത്. ചെറിയ കപ്പിന് 3 കപ്പ് വെള്ളം. അത് തിളപ്പിച്ച വെള്ളമാണ്. ആ വെള്ളം അത് ഇറച്ചി വെച്ചിരുന്ന പാത്രത്തിൽ തന്നെ ഒഴിച്ച് ആ തൈരിൻ്റെ ഇതും എല്ലാം കഴുകി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ യോജിപ്പിച്ച് വെള്ളം ഇറച്ചിയിൽ പൊന്തിയിരിക്കണം. ആ വിധത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ തീയിൽ വെച്ചിരിക്കണം. അടച്ചു കൊടുത്ത് നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്തിന് നമ്മൾ തീ ഹൈ ഫ്ലെയിമിൽ നിന്ന് കുറച്ച് വെച്ച് കൊടുത്ത് ആ ആവി കിടന്ന് നല്ലതുപോലെ വെന്ത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ വെന്ത് കുറുകി വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ ഉള്ളി ഉണ്ടല്ലേ, ആ ഉള്ളിയും ഇട്ട് കൊടുത്ത് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. ഇത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ.